ഇപ്പോൾ എല്ലാ പേരൻസും വർക്കിംഗ് ആണ് അല്ലേ? അപ്പോൾ ഇവർ ഈ വർക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ടായിരിക്കും കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അവർ ഭയങ്കര ഓവർവെൽംഡ് ആയിരിക്കും. ചിലപ്പോൾ കുട്ടികളുമായിട്ട് മിണ്ടുമ്പോഴൊക്കെ അവർ ഇറിറ്റേറ്റഡ് ആവും, ദേഷ്യമൊക്കെ വരും. അപ്പോൾ എങ്ങനെയാണ് അവരൊന്ന് റിലാക്സ് ആയിട്ട് കുട്ടികളായിട്ട് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക? ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസിലും ഇതൊരു കോറായിരിക്കും. ഒരു പെർഫെക്ഷൻ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് ചെറിയ ചെറിയ മക്കൾ ഉണ്ടാകുന്ന കേസിലൊക്കെ അപ്പം ചെറിയ ചെറിയ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്, എന്നിട്ട് അത് പെർഫെക്റ്റിലോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പാരൻസ് പറയുന്ന കേസ് ഉണ്ടാവും, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു എന്നിട്ട് എനിക്ക് ഇതാണ് റിസൾട്ട് കിട്ടിയത് എന്നുള്ളത്. ഓക്കെ, എനിക്കൊരു സെൽഫ് ടൈം ഇല്ല എന്നുള്ളത്. സോ നിങ്ങൾ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സെൽഫ് കെയറിന് ഒരു ടൈം കണ്ടെത്തുക. ഈവൻ എത്ര കോർ ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള ടൈം ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ടൈമിൽ എനിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, പാരന്റിങ് ആകുമ്പോൾ മേ ബി ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, മേ ബി നിങ്ങളൊരു ഫസ്റ്റ് മദർ ആയിരിക്കാം, ഫസ്റ്റ് ഫാദർ ആയിരിക്കാം, ഫസ്റ്റ് ടൈം ആയിരിക്കും ആവുന്നുണ്ടാവുക. സോ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്ത കേസ് വേണമെങ്കിൽ യു ക്യാൻ സീക്ക് ഹെൽപ്പ്. ഓക്കെ, നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ചുറ്റും ആൾക്കാരുള്ള, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ഹെൽപ്പ് ചോദിക്കാം. ഹൗ ടു ഓവർകം ദിസ്, ഇങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സഡൻ ആയിട്ടൊരു പെർഫെക്ഷൻ, ഇപ്പം ഇന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു നാളെ എല്ലാം ഓക്കെ ആയിരിക്കും ഒരിക്കലും എക്സ്പെക്ടേഷൻ ആണ് ഇവിടെ ഒരു ഓവർവെൽമിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ പതിയെ പതിയെ ചെറിയ ചെറിയ എഫേർട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്കായിട്ടൊരു ടൈം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, റെഡിയാക്കി കൊണ്ടുവരാനേ ഈ ഒരു കേസിൽ പറ്റത്തുള്ളൂ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി പേരൻസ് റേസ് ഹാപ്പി കിഡ്സ്.